റീസെൻ്റ്ലി നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വന്ന ഒരു ലാപ്ടോപ്പാണ് ലെനോവോ ലീജിയൻ പ്രോ 5i. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ്, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ലെനോവോ ആൻഡ് ഇന്റൽ ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നമ്മൾ പറയും, രണ്ടാമത്തത് ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് നമ്മൾ പറയും, മൂന്നാമത്തത് നമ്മൾ ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും, പിന്നെ എഡിറ്റിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും, ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും, ഫൈനലി നിങ്ങൾ ഈ ലാപ്ടോപ്പ് മേടിക്കണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയും. ആദ്യം നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ വെച്ച് തന്നെ പോവാം. ഡിസൈനിൽ ഭയങ്കര വലിയൊരു മാറ്റം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ടിപ്പിക്കൽ ലെനോവോ ലീജിയൻ ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കവിടെ ലെനോവോയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും, അതേപോലെ തന്നെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ലീജിയൻ ലോഗോയും കൂടി അവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴയ വേർഷൻ ഓഫ് ലെനോവോ ലീജിയൻ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അവർ വെന്റിലേഷൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും പുറകിലുമായിട്ടാണ് ഇതിൻ്റെ വെന്റിലേഷൻസ് വരുന്നത്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ ഈ ലാപ്ടോപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാണ് ഈ വെന്റിലേഷൻ, എന്തിനാണ് ഈ എയർ ഫ്ലോ? സോ ബേസിക്കലി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമ്മൾ റൺ ചെയ്യുന്ന ഗെയിമുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമുകളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, ഒരു വലിയൊരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കുറേ ഫാനുകളും ലിക്വിഡ് കൂള് അങ്ങനത്തെ ഉള്ള പരിപാടികൾ കാണൂലേ. അപ്പോൾ അങ്ങനെ ഒരു കമ്പ്യൂട്ടറിന് അത്രയും ഫാനുകളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ലാപ്ടോപ്പിന് ഫാനുകളൊക്കെ ഭയങ്കര കുറവാണ്. അതിനകത്ത് ലിക്വിഡ് കൂളിങ്ങും കാരണം സാധനങ്ങളൊന്നും വെക്കാൻ പറ്റൂല. അപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും മികവിറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിങ് ഫാക്ടറാണ്. പ്രോപ്പറായിട്ട് എയർ ഫ്ലോ പോകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഭയങ്കര കൂളായിട്ടിരിക്കും, ഓവർ ഹീറ്റ് ആവില്ല, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമുകൾ നിങ്ങൾക്ക് ലോങ് അവേഴ്സ് കളിക്കാൻ പറ്റും. ഓക്കെ, ലീജിയൻ കോൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൊരു കസ്റ്റം 3D ഫാൻ ബ്ലേഡ്സ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട്, അതായത് ഫാന് കറങ്ങുന്നതിൻ്റെ സൗണ്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും, എയർ ഫ്ലോ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. പൊതുവേ നിങ്ങൾ ലാപ്ടോപ്പ് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ലാപ്ടോപ്പ് നമ്മൾ ഇപ്പോൾ കുറച്ച് ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓ എന്ന് പറഞ്ഞിങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കും. ഈ സൗണ്ട് ആക്ച്വലി സ്ട്രീം ചെയ്യാനും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ആ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഈ ലെനോവോ ലീജിയൻ പ്രോ 5iക്കകത്ത് വരില്ല. സീലിംഗ് ലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇതിനകത്തുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ഈ ചൂട് കാറ്റടിക്കാതെ കറക്റ്റായിട്ട് ഇതിൻ്റെ റിയർ വെൻറ്റ് വഴി പുറകിലോട്ട് പൊക്കോളും. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും പുറകിൽ നിന്ന് നമ്മുടെ ഈ ചൂട് കാറ്റ് പുറത്തോട്ട് വരുന്ന സമയത്തായാലും നമ്മുടെ കയ്യിലോട്ട് വരില്ല. ചില ലാപ്ടോപ്പ് ഉണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചൂട് കാറ്റ് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റും. എൻ്റെ കൈയുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാറ്റ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ കൈ ഭയങ്കരമായിട്ട് വേർക്കും. എനിക്ക് കൈ വയർത്തിട്ട് ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മളെ വെൽക്കം ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് നോക്കുന്നതും ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷനിലുള്ള 16 ഇഞ്ചിൻ്റെ WQXGA ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു IPS ഡിസ്പ്ലേ ആണ്. ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 500 നെറ്റ്സ് ആണ്. ആന്റി ഗ്ലെയർ ആണ്. 100% DCI P3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെഡ്സ് ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. ഡിസ്പ്ലേ HDR 400 ഉണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. G-Sync സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ ബ്ലൂ ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% DCI P3 എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേക്കകത്തുള്ള കളർ അക്യുറസിനെയാണ് സൂചിപ്പിക്കുന്നത്. കുറേ കളർ പ്രൊഫൈൽസും അക്യുറസിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണലി വരുന്നതാണ് ഡിസ്പ്ലേ HDR 400. ഡിസ്പ്ലേ HDR 400 എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഹൈ ഡൈനാമിക് റേഞ്ച് തരുന്ന വേറൊരു ഫീച്ചറാണ്. ആൻഡ് ഡോൾബി വിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. G-Sync എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ ടെയറിങ് ഒഴിവാക്കും. നിങ്ങൾ ഗെയിം കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമ്മളിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ സ്ക്രീനിൽ ഇങ്ങനെ ഒരുമാതിരി ഒരു വിയേർഡായിട്ടുള്ള രീതിയിൽ ആ ഗ്രാഫിക്സ് ഒത്തു പോകും. അങ്ങനെയുള്ള സ്ക്രീൻ ടേറിങ് ഉണ്ടാവില്ല. ലെനോവോ ലീജിയൻ പ്രോ 5iക്കകത്ത് ഒരു ലെനോവോ AI എഞ്ചിൻ പ്ലസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു LA1 AI ചിപ്സെറ്റും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റലിൻ്റെ AI ചിപ്സെറ്റ് അല്ല, ഇതിനകത്ത് ഇൻ്റൽ പ്രോസസ്സറിൻ്റെ AI ചിപ്സെറ്റ് ഒന്നും വരുന്നില്ല. ലെനോവോയുടെ തന്നെ LA1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ചിപ്സെറ്റാണുള്ളത്. ഈ ചിപ്സെറ്റ് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമുക്ക് തരുന്നതെന്നുള്ളത് ഞാൻ ഇനി പറയും. ലാപ്ടോപ്പിന്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ കോർ i7 14650HX ആണ്. ഗ്രാഫിക് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ GeForce RTX 4070 8GB ആണ് കൊടുത്തിട്ടുള്ളത്. 32GB DDR5 റാമും വരുന്നുണ്ട്. 1TB SSD ആണ് ഇതിന്റെ സ്റ്റോറേജ്. അപ്പോൾ SSD നല്ല പോലെ ഉണ്ട്, നല്ല ഗ്രാഫിക് കാർഡ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറും. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാവേ. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു ലീജിയൻ പ്രോ 5i വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള കുറച്ച് കൂപ്പൺസും കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. ലെനോവോ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ആഡ് ഓൺ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെനോവോ അവതാർ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് അവതാറിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. പിന്നെ ലെനോവോ വിൻറ്റേജ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ ലെനോവോ വിൻറ്റേജ് ആപ്ലിക്കേഷനിലാണ് ലാപ്ടോപ്പിൻ്റെ ടെമ്പറേച്ചർ, ക്ലോക്ക് സ്പീഡ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അതൊന്നും ഇപ്പം ഇനിഷ്യലി നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ലാപ്ടോപ്പിനെ കുറിച്ച് അറിയുന്നവർക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങുന്ന പല ഗെയിമുകളും ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പിനകത്ത് ഡോൾബി വിഷൻ കോണ്ടന്റുകൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ബിഗ്ഗസ്റ്റ് AAA ടൈറ്റിൽസിൻ്റെ അകത്തും ഡോൾബി വിഷൻ കോണ്ടന്റിൻ്റെ ഒരു ചെറിയൊരു ആഡ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ദാറ്റ് മീൻസ് നോർമലി ഉള്ളൊരു ലാപ്ടോപ്പിൽ നമ്മൾ ആ ഗെയിം കളിക്കുന്നതിലും ഇതിൽ കളിക്കുന്നതും തമ്മിൽ എൻ്റയർലി ഡിഫറൻസ് ഉണ്ടാവും. ലെനോവോയുടെ ട്രൂ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു RGB കീബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ഭയങ്കര സുഖം തന്നെയാണ്, ഉപയോഗിക്കാൻ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ലെനോവോ ലീജിയൻ പ്രോ 5iക്കകത്ത് ഒരു സൂപ്പർ റാപ്പിഡ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ അവർ കൊണ്ടുവരുന്നുണ്ട്. 30% ചാർജിലേക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് എത്താൻ നിങ്ങൾ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. ആൻഡ് 70% എത്താനായിട്ട് നിങ്ങൾ അരമണിക്കൂർ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ റീചാർജിങ് ദിസ് ലാപ്ടോപ്പ് ഈസ് വെരി ഈസി. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഓഡിയോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നഹ്മിക്കാണ്. ഇത് ആക്ച്വലി സ്റ്റീൽ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹെഡ്ഫോൺസും അതുപോലെ തന്നെ സ്പീക്കേഴ്സൊക്കെ ഇറക്കുന്ന ആ ബ്രാൻഡിൻ്റെ ഒരു സബ്സിഡറി സാധനമാണ്. ഇനി ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയാം. ബ്ലാക്ക് മിത്ത് ബുക്കും ഞാൻ അതിനകത്ത് ട്രൈ ചെയ്തു. ഒരു കുഴപ്പമില്ല, സ്ക്രീൻ ടേറിംഗ് ഒന്നും ഒരു വിഷയമില്ല. നല്ല FPS കിട്ടുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ടൈം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വേറൊരു ഡെസ്ക്ടോപ്പ് ട്രൈ ചെയ്തപ്പോൾ ചില ഭാഗങ്ങളിൽ ബ്ലാക്ക് മിത്ത് ബുക്കും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. അതായത് ഭയങ്കര HDR ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ. എന്നാൽ ഈ ലാപ്ടോപ്പ് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണേ. PUBG PC നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, സ്ക്രീൻ ടേറിംഗ് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിങ്ങനെ പോണ കാണാം, ഒരു വല്ലാത്ത ഫീലാണ്. അതായത് ഒരുമാതിരി ആ ഗ്രാഫിക്സ് മൊത്തത്തിൽ അങ്ങ് കൊളാപ്സ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അത് G-Sync ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല, സൂപ്പർ സാധനം. 240 ഹെഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് FPS കിട്ടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ബട്ട് റിമെമ്പർ ഗൈസ്, ഞാനിത് എടുത്തെടുത്ത് പറയാണ്, 240 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഗെയിം എടുത്ത് കളിക്കപ്പോൾ 240 FPS കിട്ടൂല. ആ ഗെയിമിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എത്ര ക്വാളിറ്റിയിലാണോ എത്ര ഗ്രാഫിക്സിലാണോ ഇടുന്നത് അത് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ഓക്കെ, ഞാൻ ഫാർ ക്രൈ ട്രൈ ചെയ്തു, ഫോർസ ഹൊറൈസൺ ട്രൈ ചെയ്തു, ഒന്നിനും ഒരു പ്രശ്നമില്ല, ഭയങ്കര സ്മൂത്താണ്. ആൻഡ് ആദ്യം പറഞ്ഞ ആ ഒരു വെന്റിലേഷൻ ഇല്ലേ, ദാറ്റ് വർക്ക്സ് സോ ഗുഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര നേരം നമ്മൾ കളിച്ചു കഴിഞ്ഞാലും നമ്മുടെ കയ്യിലോട്ട് ഈ ചൂട് കാറ്റടിക്കില്ല, അത് കറക്റ്റായിട്ട് പുറകിലോട്ട് പോയിക്കോളൂ. ആൻഡ് ഗ്രാഫിക് സെറ്റിംഗ്സിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ കറന്റ് മാർക്കറ്റിലുള്ള ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ഗ്രാഫിക്സിലിട്ട് ഈ ലാപ്ടോപ്പിൽ കളിക്കാൻ പറ്റും. അതിനുള്ള പവറും അതിനുള്ള എല്ലാ എഫിഷ്യൻസിയും ഉണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് കളർ അക്യുറസി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞ സമയത്തുള്ളതുപോലെ നിങ്ങൾ പ്രൊഫഷണൽ വർക്ക്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം, ഞാനിത് പറയൂല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് പറയില്ല, പക്ഷേ കമ്പയറിങ് ടു അതർ ഡിസ്പ്ലേസ് ദാറ്റ് ഐ ഹവ് യൂസ്ഡ്, ദിസ് ഹാസ് സംതിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റലിൻ്റെ ടോപ്പ് ക്ലാസ് പ്രോസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗെയിം കളിക്കാനുള്ള CPU. ഈ ഒരു ഇന്റൽ പ്രോസസ്സറിൻ്റെ അകത്ത് ഈ കോഴ്സും പി കോഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കോഴ്സ് പി കോഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാവേ. ഇത് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം, ചിലപ്പോൾ എൻ്റെ പഴയ വീഡിയോ കാണാത്തവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കോഴ്സ്, പി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് കോഴ്സ്. അപ്പോൾ ഈ പെർഫോമൻസും എഫിഷ്യൻസി കോഴ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ മൊത്തം ഈ പെർഫോമൻസ് സ്കോർ ഹാൻഡിൽ ചെയ്യുകയും എഫിഷ്യൻസി, അതായത് നമ്മളിപ്പോൾ ഒരു ബ്രൗസർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വേർഡ് യൂസ് ചെയ്യുന്നു, പവർ പോയിന്റ് യൂസ് ചെയ്യുന്നു, അതെല്ലാം നമ്മുടെ എഫിഷ്യൻസി കോർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാവേ. അപ്പോൾ ഇവൻ മണ്ണുണ്ണി, ഇവൻ മണ്ണുണ്ണിയും ഇവൻ ഉണ്ണിയും. അപ്പോൾ മണ്ണുണ്ണിക്ക് ഒരുപാടൊന്നും പണിയെടുക്കാൻ പറ്റൂല, പക്ഷെ ഉണ്ണിക്ക് കിടിലുമായിട്ട് പണിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വർക്കുകൾ പെട്ടെന്ന് തീർത്ത് തരണം, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കണം, ഏറ്റവും പെർഫോമൻസ് കിട്ടണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വലിയ ഹെവി ടാസ്കുകൾ, അതായത് ഒരു 10 കിലോ ചാക്കൊക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കും. ഹെവി ടാസ്കുകൾ മൊത്തം ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് മണ്ണുണ്ണിയുടെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യും, കണക്കെഴുതാൻ, അതുപോലെ തന്നെ പേപ്പർ അടുക്കി വയ്ക്കാൻ, അതുപോലെ പാല് വാങ്ങിച്ചിട്ട് വരാൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ മണ്ണുണ്ണിയുടെ കയ്യിൽ കൊടുക്കും.
ഇന്റലിന്റെ വൈഫൈ 7 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്തുള്ളത്. ബ്ലൂടൂത്ത് 5.4 ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കണക്ഷൻസും ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ഷൻസ് കിട്ടും. നിങ്ങളിപ്പോൾ ബ്ലൂടൂത്തിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഹെഡ്ഫോൺ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മൗസ് ബ്ലൂടൂത്തിൽ യൂസ് ചെയ്യുന്നു, എക്സ്ട്രാ കീബോർഡ് ബ്ലൂടൂത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര സീംലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് ഒരു ഡിലേയും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്റലിന്റെ ഒരു ഫീച്ചർ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഡൈനാമിക് പവർ ഷെയറിംഗ് ടെക്നോളജി. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ടാസ്കുകൾ കറക്റ്റായിട്ട് CPU-നും GPU-നും അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് പവർ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പിനെ മാറ്റാൻ പറ്റും. അത് കിള്ള ടെക്നോളജിയാണ്. ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് എപ്പോഴും കുത്തിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ല ലാപ്ടോപ്പിൻ്റെ രീതി. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ, ഒരു ഡെസ്ക്ടോപ്പ് മേടിച്ചാൽ മതി. നമുക്ക് പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ്. അപ്പോൾ 24 മണിക്കൂർ ആ ലാപ്ടോപ്പ് കുത്തിയിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഫെയർ. ആദ്യം ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ലെനോവയുടെ ഒരു LA1 AI ചിപ്സെറ്റ് ഇതിനകത്തുണ്ടെന്നുള്ളത്. ലെനോവയുടെ ഒരു AI എൻജിൻ പ്ലസ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്, ആ ഫോട്ടോയ്ക്കകത്തുനിന്ന് കുറേ ആളുകൾ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. AI ഫോട്ടോ എഡിറ്റിംഗ് ടൂളുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ടൈമും നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ പല സോഫ്റ്റ്വെയർസുമായിട്ട് ഇവർ വർക്ക് ചെയ്തിട്ട് കുറേ AI ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവന്ന് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, അത് വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, ഇമേജ് എഡിറ്റിംഗ് ആവട്ടെ, 3D സോഫ്റ്റ്വെയർസ് ആവട്ടെ, ഇഷ്ടം പോലെ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് ലൈറ്റ് റൂം, ഇതിലൊക്കെ കുറേ ഇൻ്റഗ്രേഷൻസ് വന്നിട്ടുണ്ട്. ജനറേറ്റീവ് ഫില്ല്, ഫോട്ടോ എഫക്ട്സ്, ഇൻ്റലിജൻറ്റ് ലൈറ്റിംഗ് കറക്ഷൻസ്, ബാക്ക്ഗ്രൗണ്ട് മോഡിഫിക്കേഷൻസ്, ഔട്ട്ഫിറ്റ് ചേഞ്ചിങ്, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ വരും. ഈ ലാപ്ടോപ്പിനകത്ത് നമ്മൾ ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഈ ജനറേറ്റീവ് ഫില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും, ഫോട്ടോ എഫക്ട്സ്, ഇൻ്റലിജൻറ്റ് ലൈറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അതിനകത്ത് ലൈറ്റ് ഇല്ല, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ലൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ തോറ്റു. ഈ ഒരു ലാപ്ടോപ്പ് ഗെയിമിങ്ങിന് മാത്രമല്ല, എഡിറ്റിംഗ്, ക്രിയേറ്റീവ് വർക്ക്സിനും പെർഫെക്റ്റ് സാധനമാണ്. അഡോബ് പ്രീമിയർ പ്രോയും ഫിലിമോറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക് സീൻ ഡിറ്റക്ഷനും ഓട്ടോ ഫ്രെയിമിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഓട്ടോ ഫ്രെയിമിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം ഇങ്ങനെ ട്രാക്ക് ചെയ്യും. അതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ചെയ്യാം. ഈ അഡോബ് പ്രീമിയർ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അത് ആക്ച്വലി മാനുവലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡപ്പളവും. ബ്ലെൻഡർ, ഒഡാസിറ്റി, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിന് ഈ ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ടെക്സ്റ്റിന് മ്യൂസിക് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട്, ഓഡിയോ, വോക്കൽസ് വേറെ, ബാക്ക്ഗ്രൗണ്ട് വേറെ, ഇങ്ങനെയുള്ള കുറേ കിടിലം പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇനി ഫൈനലായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ ഹോൾ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. Lenovo.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ റേഞ്ച് ഓഫ് ലെനോവോ സീരീസ് ലാപ്ടോപ്പുകളും, ലീജിയൻ ലാപ്ടോപ്പുകളും, നോൺ ഗെയിമിംഗ് ഐഡിയ പാഡ് ലാപ്ടോപ്പുകളും, യോഗയും, ഫ്ലെക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. LOQ ഉൾപ്പെടെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്കൊരു കിട്ടുന്നൊരു ഫീച്ചറാണ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാപ്ടോപ്പിനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റമൈസിങ് ഓപ്ഷൻ നിങ്ങൾ ആമസോണിൽ പോയാലൊന്നും കിട്ടൂല. നിങ്ങൾക്ക് Lenovo.com എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് അത് ഡെലിവറി ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരുവിധം പല കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. Gadget 1 ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ Lenovo.comൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5000 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് 5000 രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് Lenovo Legion 5i എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കറണ്ട് ലാപ്ടോപ്പ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്തതിൻ്റെ പ്രൈസിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. 2,01,990 രൂപയാണ് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. കുറേ ഓഫേഴ്സ് ഒക്കെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഈ Lenovo Pro Legion 5iയുടെ തന്നെ ലോവർ വേർഷൻസും ഉണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. 1,50,000 മുതൽ ഏകദേശം 2,00,000 ഈ പറഞ്ഞ റേറ്റ് വരെ വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ, ലാപ്ടോപ്പ് ഈസ് ജസ്റ്റ് സോ ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ കളർ ഭയങ്കര നല്ല കളറാണ്. ആൻഡ് ബ്രൈറ്റ്നസ് ഈസ് ഓൾസോ സോ ഗുഡ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഗെയിം മാത്രം എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. എനിക്കെപ്പോഴും ലാപ്ടോപ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കണം, എന്നാൽ എനിക്ക് എൻ്റെ എഡിറ്റിംഗ് വർക്ക്സും എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗെയിമിംഗ് പരിപാടികളും ക്രിയേറ്റീവ് പരിപാടികളും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം ഒരു സിംഗിൾ ഡിവൈസിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പേര് പറയുന്നില്ല, ലാപ്ടോപ്പ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്ത് വേണം ചെയ്യാം.
പക്ഷേ ഗെയിമും കളിക്കാൻ പറ്റി, സ്ട്രീമും ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ലെനോവോ ലീജിയൻ 5i. ആൻഡ് ഇത് ലെനോവോയും ഇന്റലും സ്പോൺസർ ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഞാൻ എൻ്റെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലമ്മീനോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഫീച്ചർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ലമ്മീനോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.